എല്ലാവർക്കും നമസ്കാരം. വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്കും മറ്റു പ്രധാന PSC പരീക്ഷകൾക്കുമെല്ലാം ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന കൺഫ്യൂസിംഗ് ഫാക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ടുള്ള ഇടുക്കി ജില്ലയുടെ വിസ്തീർണം എത്രയാണ്? ഉത്തരം 4612 ചതുരശ്ര കിലോമീറ്റർ ആണ് നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ടുള്ള ഇടുക്കി ജില്ലയുടെ വിസ്തീർണം. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലുള്ള കുട്ടമ്പുഴ പഞ്ചായത്തിനെ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ ഉള്ള ഇടമലക്കുടി പഞ്ചായത്തിലേക്ക് മാറ്റിയതോടുകൂടിയാണ് ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ജില്ലയായി മാറിയത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുത്ത ആദിവാസി നേതാവ് ആരാണ്? ഉത്തരം കൊലുമ്പൻ മൂപ്പൻ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി പ്രദേശം ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുത്ത ആദിവാസി നേതാവ് കൊലുമ്പൻ മൂപ്പൻ. അടുത്ത ചോദ്യം, താമരശ്ശേരി ചുരത്തിന്റെ വഴി കാണിച്ചു കൊടുത്ത ആദിവാസി നേതാവ് കരിന്തണ്ടനാണ്. താമരശ്ശേരി ചുരത്തിന് വേണ്ടി വഴി കാണിച്ചു കൊടുത്ത ആദിവാസി നേതാവ് കരിന്തണ്ടൻ. വിദേശ സഹകരണത്തോടു കൂടിയുള്ള പദ്ധതികൾ നോക്കാം. ഇടുക്കി ആർച്ച് ഡാമിന്റെ നിർമ്മാണവുമായി സഹകരിച്ച രാജ്യം കാനഡ. ഇടുക്കി ആർച്ച് ഡാം നിർമ്മിക്കാൻ ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം കാനഡ. നീണ്ടകര ഫിഷറീസ് പ്രോജക്റ്റുമായി സഹകരിക്കുന്ന രാജ്യം നോർവേ. നീണ്ടകര ഫിഷറീസ് പ്രോജക്റ്റ് നോർവേ ആണ് ഇന്ത്യക്ക് സഹായിക്കുന്നത്. നീണ്ടകര കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം ചൈന. കോഴിക്കോടുള്ള ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം ചൈന. ഇടുക്കിയിലെ മാട്ടുപ്പെട്ടി കന്നുകാലി ഗവേഷണ കേന്ദ്രവുമായി സഹകരിക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡാണ്. ഇടുക്കിയിലെ മാട്ടുപ്പെട്ടി കന്നുകാലി ഗവേഷണ കേന്ദ്രവുമായി സഹകരിക്കുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ്. കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രാജ്യം അമേരിക്ക. കൊച്ചി എണ്ണ ശുദ്ധീകരണശാല അമേരിക്കയാണ് സഹായിക്കുന്നത്. കൊച്ചിയിലെ തുറമുഖ നിർമ്മാണത്തിന് സഹായിച്ച വിദേശ രാജ്യം ജപ്പാൻ. കൊച്ചി തുറമുഖം നിർമ്മാണത്തിന് സഹായിക്കുന്ന വിദേശ രാജ്യം ജപ്പാൻ. കൊല്ലത്തുള്ള ചവറയിലെ ഇന്ത്യൻ റെയർ എർത്തുമായി സഹകരിക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ്. കൊല്ലം ചവറയിലെ ഇന്ത്യൻ റെയർ എർത്തുമായി സഹകരിക്കുന്നത് ഫ്രാൻസ്. വിദേശ സഹകരണത്തോടുള്ള പ്രധാന പദ്ധതികളാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ നോക്കാം. ഇടുക്കി ആർച്ച് ഡാമിന്റെ നിർമ്മാണവുമായി സഹകരിക്കുന്ന രാജ്യം കാനഡ. നീണ്ടകര ഫിഷറീസ് പ്രൊജക്റ്റുമായി സഹകരിക്കുന്നത് നോർവേ. കോഴിക്കോട് ഉർമി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം ചൈന. ഇടുക്കി മാട്ടുപ്പെട്ടി കന്നുകാലി ഗവേഷണ കേന്ദ്രവുമായി സഹകരിക്കുന്നത് സ്വിറ്റ്സർലാൻഡ്. കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അമേരിക്കയാണ്. കൊച്ചി തുറമുഖ നിർമ്മാണത്തിന് സഹായിച്ച വിദേശ രാജ്യം ജപ്പാൻ. കൊല്ലം ചവറയിലെ ഇന്ത്യൻ റെയർ എർത്തുമായി സഹകരിക്കുന്നത് ഫ്രാൻസ് ആണ്. ബുദ്ധമത അല്ലെങ്കിൽ ജൈനമത കേന്ദ്രങ്ങളെ നോക്കാം. ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള ബുദ്ധമത കേന്ദ്രമായിട്ടുള്ള ശ്രീമൂലവാസം ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴയാണ്. ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധ ബുദ്ധമത കേന്ദ്രമായ ശ്രീമൂലവാസം ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. ഗ്രാനൈറ്റിൽ തീർത്ത പ്രസിദ്ധമായിട്ടുള്ള കരിമാടിക്കുട്ടൻ ബുദ്ധ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതും ആലപ്പുഴയിലാണ്. ഗ്രാനൈറ്റിൽ തീർത്ത പ്രസിദ്ധമായിട്ടുള്ള കരിമാടിക്കുട്ടൻ ബുദ്ധ പ്രതിമ സ്ഥിതി ചെയ്യുന്നതും ആലപ്പുഴ ജില്ലയിൽ ആണ്. കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ജൈന കേന്ദ്രങ്ങൾ. കല്ലിൽ ജൈന ക്ഷേത്രം പെരുമ്പാവൂർ എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്നു. കല്ലിൽ ജൈന ക്ഷേത്രം പെരുമ്പാവൂർ എറണാകുളം ജില്ല. പുളിയാർമല ക്ഷേത്രം കൽപ്പറ്റ വയനാട് സ്ഥിതി ചെയ്യുന്നു. കൽപ്പറ്റ വയനാടാണ് പുളിയാർമല ക്ഷേത്രം. ഇത് കേരളത്തിലെ പ്രധാന ജൈന ക്ഷേത്രങ്ങളാണ് പറയുന്നത്. അടുത്തതായി സുൽത്താൻ ബത്തേരി ജൈനമത ക്ഷേത്രം വയനാട്. സുൽത്താൻ ബത്തേരി എന്ന് കേൾക്കുമ്പോൾ തന്നെ വയനാട്. ജൈനിമേട് ജൈന ക്ഷേത്രം പാലക്കാട് ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ജൈനിമേട് ജൈന ക്ഷേത്രം പാലക്കാട്. കല്ലിൽ ജൈന ക്ഷേത്രം എറണാകുളം പെരുമ്പാവൂർ. പുളിയാർമല ക്ഷേത്രം വയനാട് കൽപ്പറ്റ. സുൽത്താൻ ബത്തേരി ജൈനമത ക്ഷേത്രം വയനാട്ടിലും ജൈനിമേട് ജൈന ക്ഷേത്രം പാലക്കാട് ജില്ലയിലും സ്ഥിതി ചെയ്യുന്നു. ആദ്യ ഡിജിറ്റൽ നേട്ടങ്ങൾ.
ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല കൊല്ലം. ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് പള്ളിക്കലാണ്. ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് പള്ളിക്കൽ. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കണക്ടിവിറ്റി നേടിയ പഞ്ചായത്ത് പാമ്പാക്കുട. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കണക്ടിവിറ്റി നേടിയ പഞ്ചായത്താണ് പാമ്പാക്കുട. ആദ്യ ഡിജിറ്റൽ ബ്ലോക്ക് പഞ്ചായത്ത് നെടുമങ്ങാട്. ആദ്യത്തെ ഡിജിറ്റൽ ബ്ലോക്ക് പഞ്ചായത്ത് നെടുമങ്ങാട്. ആദ്യത്തെ ഡിജിറ്റൽ മുനിസിപ്പാലിറ്റി കോഴിക്കോട് മുനിസിപ്പാലിറ്റിയുമാണ്. ആദ്യത്തെ ഡിജിറ്റൽ മുനിസിപ്പാലിറ്റി കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല കൊല്ലം. ഡിജിറ്റൽ പഞ്ചായത്ത് പള്ളിക്കൽ. സമ്പൂർണ്ണ ഡിജിറ്റൽ കണക്ടിവിറ്റി നേടിയ പഞ്ചായത്ത് പാമ്പാക്കുട. ആദ്യത്തെ ഡിജിറ്റൽ ബ്ലോക്ക് പഞ്ചായത്ത് നെടുമങ്ങാട്. ആദ്യത്തെ ഡിജിറ്റൽ മുനിസിപ്പാലിറ്റി കോഴിക്കോടുമാണ്. ഔദ്യോഗിക ഗാനങ്ങളും പ്രഖ്യാപനങ്ങളും. കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായിട്ടുള്ള ജയ ജയ കോമള കേരള ധരണി എന്ന ഗാനം എഴുതിയത് ആരാണ്? ഉത്തരം ബോധേശ്വരൻ. കേരളത്തിന്റെ സാംസ്കാരിക ഗാനം ഏതാണ്? ജയ ജയ കോമള കേരള ധരണി. ഈ ഗാനം എഴുതിയത് ബോധേശ്വരൻ. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ മലയാളമാണ് എൻ്റെ ഭാഷ, മലയാളമാണ് എൻ്റെ ഭാഷ എന്ന ഭാഷാ പ്രതിജ്ഞ എഴുതിയത് MT വാസുദേവൻ നായർ. ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാലഘട്ടത്തിലെ കൃതി ഏതാണ്? മധുരൈ കാഞ്ചി. ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാലഘട്ടത്തിലെ കൃതി മധുരൈ കാഞ്ചി. ഇത് എഴുതിയത് മാങ്ങുട്ടി മരുതനാർ. മാങ്ങുടി മരുതനാർ എഴുതിയതാണ് മധുരൈ കാഞ്ചി. മാങ്ങുടി മരുതനാർ. ഓണം ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ച തീയതി 1961 പട്ടം താണുപിള്ളയാണ് ഓണത്തെ കേരളത്തിന്റെ ദേശീയ ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചത്. തിരുവോണ ദിവസം അവധിയുള്ള സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക ഉത്സവമായിട്ടുള്ള ഓണം, അതിന്റെ തിരുവോണ ദിവസത്തിൽ അവധിയുള്ള ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനമുണ്ട്, മിസോറാം. കേരള കർഷക ദിനം എന്നാണ് ചിങ്ങം 1. കേരളത്തിൽ കർഷക ദിനം ആഘോഷിക്കുന്നത് ചിങ്ങം 1. സാംസ്കാരിക തലസ്ഥാനങ്ങൾ. പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആറന്മുള. പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുള. ആലപ്പുഴ ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം അമ്പലപ്പുഴ. ആലപ്പുഴയിൽ അമ്പലപ്പുഴയാണ് സാംസ്കാരിക തലസ്ഥാനം. കോഴിക്കോടിന്റെ സാംസ്കാരിക തലസ്ഥാനം മാനാഞ്ചിറ. കോഴിക്കോടിന്റെ സാംസ്കാരിക തലസ്ഥാനം മാനാഞ്ചിറ. കാസർഗോഡിന്റെ സാംസ്കാരിക തലസ്ഥാനം നീലേശ്വരം. കാസർഗോഡിൻ്റെത് നീലേശ്വരമാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ ജില്ല. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുള. ആലപ്പുഴയുടെ അമ്പലപ്പുഴ. കോഴിക്കോടിന്റെ മാനാഞ്ചിറ. കാസർഗോഡിന്റെ നീലേശ്വരം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരുമാണ്. വയനാട് ജില്ലയുടെ പ്രത്യേകതകൾ നോക്കാം. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. ഏക താലൂക്ക് സുൽത്താൻ ബത്തേരി. ഏക ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ. വയനാട്ടിലുള്ള കേരളവും വയനാട്ടിലുള്ള തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഏക ഗ്രാമം മുത്തങ്ങ എന്ന ഗ്രാമമാണ്. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് സുൽത്താൻ ബത്തേരി താലൂക്ക്. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ഗ്രാമം മുത്തങ്ങ ഗ്രാമമാണ്. മാറിപ്പോവല്. ജില്ല വയനാട്, താലൂക്ക് സുൽത്താൻ ബത്തേരി, ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴയും ഗ്രാമം ഏതെന്ന് ചോദിച്ചാലാണ് മുത്തങ്ങ പറയേണ്ടത്. അടുത്തതായി ചുരങ്ങളും ദേശീയപാതകളും. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. പാലക്കാട് ചുരം NH 544. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 766. താമരശ്ശേരിയിൽ 766 ആര്യങ്കാവ് ചുരം. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത
NH744 NH744. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH85. ബോഡി നായ്ക്കന്നൂർ NH85 കേരളത്തിലെ ആദ്യത്തെ റോഡ് തുരങ്കമായിട്ടുള്ള തൃശ്ശൂരിലുള്ള കുതിരാൻ തുരങ്കം കടന്നു പോകുന്ന ദേശീയപാത. കുതിരാൻ തുരങ്കം വഴി കടന്നു പോകുന്നത് NH544. പാലക്കാട് ചുരത്തിലൂടെ പോകുന്ന NH544 തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ റോഡ് തുരങ്കമായിട്ടുള്ള തൃശ്ശൂരിലെ കുതിരാൻ തുരങ്കം വഴിയും കടന്നു പോകുന്ന ദേശീയപാത. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്നത് NH766. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്നത് NH744. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്നത് NH85. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH544. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ചുരം അരുൾവായ്മൊഴി ചുരം. അരുൾവായ്മൊഴി ചുരമാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ചുരം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ചുരമാണ് ആലട്ടി ചുരം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ചുരം ആലട്ടി ചുരം. വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം താമരശ്ശേരി ചുരമാണ്. വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തത് അരുൾവായ്മൊഴി ചുരം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ചുരം ആലട്ടി ചുരം. വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി ചുരമാണ്. പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങളെ പരിചയപ്പെടാം. സ്റ്റേഡിയങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന ജില്ല. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം കൊല്ലം ജില്ലയിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം കൊല്ലം. ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം കലൂർ എറണാകുളം. ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം കലൂർ എറണാകുളം. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം എറണാകുളം. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം എറണാകുളത്താണ്. ജിമ്മി ജോർജ് സ്റ്റേഡിയം തിരുവനന്തപുരം. ജിമ്മി ജോർജ് സ്റ്റേഡിയം തിരുവനന്തപുരം. VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയം കോഴിക്കോട്. VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയം കോഴിക്കോട്. VR കൃഷ്ണയ്യർ സ്റ്റേഡിയം കണ്ണൂർ. VR കൃഷ്ണയ്യർ സ്റ്റേഡിയം കണ്ണൂർ. EMS സ്റ്റേഡിയം കാസർഗോഡ്, അതേപോലെ ആലപ്പുഴയിലുമുണ്ട്. EMS സ്റ്റേഡിയം കാസർഗോഡ്, ആലപ്പുഴ ജില്ലയിൽ ഉണ്ട്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം തിരുവനന്തപുരം. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം തിരുവനന്തപുരം ജില്ലയിലും. ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇൻഡോർ സ്റ്റേഡിയം കൊല്ലം ജില്ലയിലുമാണ്. ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇൻഡോർ സ്റ്റേഡിയം കൊല്ലം ജില്ല. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തിരുവനന്തപുരം. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തിരുവനന്തപുരത്തും. IM വിജയൻ സ്റ്റേഡിയം തൃശൂർ ജില്ലയിലും സ്ഥിതി ചെയ്യുന്നു. IM വിജയൻ സ്റ്റേഡിയം തൃശൂർ ജില്ല. ഒന്നും കൂടെ നോക്കാം. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം കൊല്ലം. ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം എറണാകുളത്തെ കലൂർ. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം എറണാകുളം. ജിമ്മി ജോർജ് സ്റ്റേഡിയം തിരുവനന്തപുരം. VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയം കോഴിക്കോട്. VR കൃഷ്ണയ്യർ സ്റ്റേഡിയം കണ്ണൂർ. EMS സ്റ്റേഡിയം കാസർഗോഡും ആലപ്പുഴയിലുമുണ്ട്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം തിരുവനന്തപുരം. ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇൻഡോർ സ്റ്റേഡിയം കൊല്ലം. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തിരുവനന്തപുരം. IM വിജയൻ സ്റ്റേഡിയം തൃശൂർ ജില്ലയിലും സ്ഥിതി ചെയ്യുന്നു. കോൾ നിലങ്ങൾ കോൾലാൻഡ്സ്. കേരളത്തിലെ കോൾ നിലങ്ങൾ ഉള്ള ജില്ലകൾ തൃശ്ശൂരും മലപ്പുറവുമാണ്. കേരളത്തിൽ തൃശ്ശൂർ, മലപ്പുറം ജില്ലയിൽ കോൾ നിലങ്ങളുണ്ട്. ഇവ പ്രധാനമായിട്ടും നെല്ല് ഉൽപാദന മേഖലയാണ്. ഇനി അതെന്താണ് കോൾ നിലം എന്ന് പറഞ്ഞാൽ? സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങളാണ് കോൾ നിലങ്ങൾ. ഇവ 0.5 മീറ്റർ മുതൽ 1 മീറ്റർ വരെ സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ്. ഒരിനം നെല്ലായിട്ടുള്ള പൊക്കാളി കൃഷിയാണ് പ്രധാനമായിട്ടും ഇവിടെ ചെയ്യുന്നത്. കോൾ നിലത്ത് ചെയ്യുന്ന കൃഷി പൊക്കാളി കൃഷി. വെള്ളപ്പൊക്കത്തെയും ലവണാംശത്തെയും അതിജീവിക്കാൻ ശേഷിയുള്ള നെല്ലിനമാണ് പൊക്കാളി. ജിയോളജിക്കൽ സ്മാരകങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകം അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് മണ്ണാണ്. മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ്, അതാണ് കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകം. കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകം തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ക്ലിഫാണ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ക്ലിഫാണ് കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകം. പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ, ഉത്സവങ്ങൾ ജില്ല തിരിച്ച് പഠിക്കാം. പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളും ഉത്സവങ്ങളും. ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളാണ്
മണ്ണാറശാല നാഗരാജ ക്ഷേത്രം, ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം, കുംഭഭരണി നടക്കുന്ന ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം, ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ആർത്തുങ്കൽ പള്ളി, ചക്കുളത്തുകാവ് ക്ഷേത്രം, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലാണ്. ഒന്നും കൂടെ നോക്കാം. മണ്ണാറശാല നാഗരാജ ക്ഷേത്രം, ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം കുംഭഭരണി, ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം, ആർത്തുങ്കൽ പള്ളി, ചക്കുളത്തുകാവ് ക്ഷേത്രം, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലാണ് കൂടുതൽ വരുന്നത്. പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ കൂടുതലുള്ള പത്തനംതിട്ട ജില്ലയിൽ വരുന്നതാണ് മലയാലപ്പുഴ ദേവി ക്ഷേത്രം, കൊടുമൺ ചിലന്തി ക്ഷേത്രം, തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം. മാരാമൺ കൺവെൻഷൻ നടക്കുന്നതും പത്തനംതിട്ട ജില്ലയിലാണ്. ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം, ശബരിമല പത്തനംതിട്ട ജില്ല, പരുമല പള്ളി, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, മലയാലപ്പുഴ ദേവി ക്ഷേത്രം, കൊടുമൺ ചിലന്തി ക്ഷേത്രം, തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം. മാരാമൺ കൺവെൻഷൻ നടക്കുന്നതും ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നതും ശബരിമല സ്ഥിതി ചെയ്യുന്നതും പരുമല പള്ളി സ്ഥിതി ചെയ്യുന്നതും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഉള്ളതും പത്തനംതിട്ട ജില്ലയിലാണ്. കൊല്ലം ജില്ലയെ പറ്റി നോക്കാം. കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ: ചുറ്റമ്പലം ഇല്ലാത്ത ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം, പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ച് താലപ്പൊലി എടുക്കുന്ന കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രം, കോട്ടുക്കൽ ഗുഹാക്ഷേത്രം, കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രമായിട്ടുള്ള പവിത്രേശ്വരം മലനട ക്ഷേത്രം, കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമായിട്ടുള്ള മലനട ക്ഷേത്രം, അതേപോലെ കുണ്ടറ വിളംബരം നടന്ന ഇളമ്പള്ളൂർ ക്ഷേത്രം, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം, പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം നടന്ന ക്ഷേത്രവും പരവൂരുള്ള പുറ്റിങ്ങൽ വെടിക്കെട്ട് നടന്ന ക്ഷേത്രം എല്ലാം കൊല്ലം ജില്ലയിലാണ്. ചുറ്റമ്പലം ഇല്ലാത്ത ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം, പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ച് താലപ്പൊലി എടുക്കുന്ന കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രം, കോട്ടുകൽ ഗുഹാക്ഷേത്രം, കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രം ആയിട്ടുള്ള പവിത്രേശം മലനട ക്ഷേത്രം, കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമായിട്ടുള്ള മലനട ക്ഷേത്രം, കുണ്ടറ വിളംബരം നടന്ന എളമ്പള്ളൂർ ക്ഷേത്രം, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം, പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം നടന്ന പരവൂര് ക്ഷേത്രം എന്നിവ കൊല്ലം ജില്ലയിലാണ്. കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ട് ഏരര പൊന്നാന അരങ്ങേറുന്ന ഏറ്റുമാനൂർ ക്ഷേത്രം, വൈക്കം ക്ഷേത്രം, എരുമേലി വാവൂര് പള്ളി, ചന്ദനക്കുട മഹോത്സവം എന്നിവ നടക്കുന്നത് കോട്ടയം ജില്ലയിൽ. ഏഴര പൊന്നാന അരങ്ങേറുന്ന ഏറ്റുമാനൂർ ക്ഷേത്രം, വൈക്കം ക്ഷേത്രം, എരുമേലി വാവൂര് പള്ളി, ചന്ദനക്കുട മഹോത്സവം നടക്കുന്നത് കോട്ടയം ജില്ലയിൽ ആണ്. ഇടുക്കി ജില്ല. കേരളവും തമിഴ്നാടും തമ്മിൽ അതിർത്തി തർക്കത്തിലുള്ള മംഗളദേവി ക്ഷേത്രം, ചിത്ര പൗർണമി ഉത്സവം നടക്കുന്നതും ഇടുക്കി ജില്ലയിലാണ്. മംഗളദേവി ക്ഷേത്രവും ചിത്ര പൗർണമി ഉത്സവം നടക്കുന്നതും ഇടുക്കി ജില്ലയിൽ. എറണാകുളം ജില്ല. കേരളത്തിലെ ഏക വാമന ക്ഷേത്രമായിട്ടുള്ള തൃക്കാക്കര ക്ഷേത്രം, മലയാറ്റൂർ പള്ളി, ചോറ്റാനിക്കര ക്ഷേത്രം, തിരുവൈരാണിക്കുളം ക്ഷേത്രം, ആലുവ ശിവരാത്രി നടക്കുന്നതും മട്ടാഞ്ചേരി സിനഗോഗും സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആണ്. കേരളത്തിലെ ഏക വാമന ക്ഷേത്രമായിട്ടുള്ള തൃക്കാക്കര ക്ഷേത്രം, മലയാറ്റൂർ പള്ളി, ചോറ്റാനിക്കര ക്ഷേത്രം, തിരുവൈരാണിക്കുളം ക്ഷേത്രം, ആലുവ ശിവരാത്രി, മട്ടാഞ്ചേരി സിനഗോഗ് എന്നിവ എറണാകുളം ജില്ലയിൽ ആണ്. തൃശൂർ ജില്ല. കൊടുങ്ങല്ലൂർ പള്ളി, കൊടുങ്ങല്ലൂർ ക്ഷേത്രം, മീനഭരണി നടക്കുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രം, വടക്കുംനാഥ ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ഭരത ക്ഷേത്രം, തിരുവല്ലുവമല ക്ഷേത്രം. തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ ആണ്. കൊടുങ്ങല്ലൂർ പള്ളിയുമുണ്ട്, കൊടുങ്ങല്ലൂർ ക്ഷേത്രമുണ്ട്. കൊടുങ്ങല്ലൂർ പള്ളി, കൊടുങ്ങല്ലൂർ ക്ഷേത്രം, മീനഭരണി നടക്കുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രം, പിന്നെ നമ്മുടെ ഏറ്റവും ഫേമസ് തൃശ്ശൂർ പൂരം നടക്കുന്ന വടക്കുംനാഥ ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ഭരത ക്ഷേത്രം, തിരുവല്ലുവമല ക്ഷേത്രം എന്നിവ തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. പാലക്കാട് ജില്ലയിൽ ഉള്ള പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളും ഉത്സവങ്ങളുമാണ് കൽപ്പാത്തി രഥോത്സവം, പിന്നെ നെന്മാറ വേല. നെന്മാറ വേലയും കൽപ്പാത്തി രഥോത്സവവും പാലക്കാട് ജില്ലയിൽ. മലപ്പുറം ജില്ല. മാമാങ്കം നടന്നിരുന്ന തിരുനാവായിലെ നാവാമുകുന്ദ ക്ഷേത്രം, കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം, തിരുമാടംകുന്ന് ക്ഷേത്രം എന്നിവ മലപ്പുറം ജില്ലയിലാണ്. മാമാങ്കം നടന്നിരുന്ന തിരുനാവായിലെ
നാവാമുകുന്ദ ക്ഷേത്രം, കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം, തിരുമാടം കുന്ന് ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ ആണ്. കോഴിക്കോട് ജില്ല തളി ക്ഷേത്രം, ലോകനാർക്കാവ് ക്ഷേത്രം. തളി ക്ഷേത്രവും ലോകനാർക്കാവ് ക്ഷേത്രവും കോഴിക്കോട് ജില്ലയിൽ ആണ്. വയനാട് ജില്ല ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രം, പുളിയാർമല ജൈന ക്ഷേത്രം, പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം, വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം വയനാട് ജില്ലയിൽ ആണ്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ക്ഷേത്രം, പുളിയാർമല ജൈന ക്ഷേത്രം, പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം, വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം വയനാട് ജില്ലയിൽ ആണ്. കണ്ണൂർ ജില്ല പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലാണ്. അതേപോലെ മാടായി പള്ളി, ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം, തലശ്ശേരിയിലെ തിരുവങ്ങാട് ക്ഷേത്രം എന്നിവ കണ്ണൂർ ജില്ലയിൽ. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട അമ്പലങ്ങൾ പള്ളികളൊക്കെ നോക്കുമ്പോൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം, മാടായി പള്ളി, ദക്ഷിണ വാരണാസി എന്നും അറിയപ്പെടുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം, തലശ്ശേരിയിലെ തിരുവങ്ങാട് ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ ആണ്. കാസർഗോഡ് ജില്ലയിലാണ് കായൽ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അനന്തപുരം ക്ഷേത്രവും മല്ലികാർജുന ക്ഷേത്രവും. കാസർഗോഡ് ജില്ലയിൽ കായൽ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അനന്തപുരം ക്ഷേത്രം, മല്ലികാർജുന ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂസിങ് ചോദ്യങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ എനിക്ക് സാധിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇനി നിങ്ങൾക്ക് വേണമെന്ന ആഗ്രഹമുള്ള ടോപ്പിക്സും ഒക്കെ ജസ്റ്റ് എന്നെ ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും ശ്രമിക്കണമേ. ആ വീഡിയോസ് ഞാൻ ഉടൻ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങൾക്ക് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.